മനുഷ്യസഹജമായ ആവേശത്തിന്റെയും എന്നാൽ വലിയൊരു ആത്മീയതയും നിറഞ്ഞതാണ് പത്രോസ് ശ്ലീഹായുടെ ജീവിതം. ഈശോ തന്റെ വരാനിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റാരെക്കാളും മുൻപേ ചാടി എഴുന്നേറ്റ് പത്രോസ് പറഞ്ഞു, കർത്താവേ, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഈ വാക്കുകളിൽ പത്രോസിന്റെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ ആ സ്നേഹത്തോടൊപ്പം തന്നെ അമിതമായ ആത്മവിശ്വാസവും അവിടെ നിഴലിച്ചിരുന്നു. ഞാൻ ശക്തനാണ്, എനിക്ക് എന്തിനേയും നേരിടാൻ കരുത്തുണ്ട് എന്ന വ്യക്തിപരമായ ധീരതയിലായിരുന്നു പത്രോസ് അന്ന് വിശ്വസിച്ചിരുന്നത്. തന്റെ ആത്മീയ ബലത്തേക്കാൾ ഉപരിയായി സ്വന്തം ശരീരത്തിന്റെ കരുത്തിലും ആവേശത്തിലും ആശ്രയിച്ചു. പത്രോസ് നേരിടാൻ പോകുന്ന പരീക്ഷണം ശാരീരികമായ ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് അതൊരു ആത്മീയ പോരാട്ടമായിരുന്നു. അവിടെ വാളും പരിചയുമല്ല, പ്രാർത്ഥനയും വിനയവുമാണ് ആവശ്യം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഈശോ ഗെത്സമനിയിൽ വിയർപ്പൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് സുഖമായി ഉറങ്ങുകയായിരുന്നു. പരീക്ഷിക്കപ്പെടാൻ പോകുന്ന നിമിഷങ്ങളിൽ ദൈവകൃപയ്ക്കായി യാചിക്കുന്നതിന് പകരം സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാം എന്ന ചിന്ത ആയിരിക്കാം അദ്ദേഹത്തെ ഉറക്കത്തിലേക്ക് നയിച്ചത്. സ്വന്തം ബലത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും വീണുപോകുമെന്ന് പത്രോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.